നമ്മുടെ മലയാളത്തിൽ ആരും ട്രൈ ചെയ്യാത്തൊരു പരിപാടിയാണ് ഒരു കോമിക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഞാൻ എൻ്റെ കോമിക്ക് ക്രിയേറ്റും ചെയ്തു. ഓൾമോസ്റ്റ് 3-4 ഇഷ്യൂസും ഓൾറെഡി ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഇഷ്യൂ ആയിട്ടുള്ള ലോറൈ ജെല്ലി ലോഡ്. നമ്മളിപ്പോൾ ഉള്ളത് ടൈംലെസ് സിറ്റിയിലാണ്. ഇപ്പൊ നൈറ്റ് ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്. ട്രയാങ്കിൾ ഓഫീസിലാണ് നമ്മൾ ടോറസ് വർക്ക് ചെയ്യുന്നത്. എഡിറ്റർ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവന് കഴിഞ്ഞ മാസത്തെ സാലറി കിട്ടിയിട്ടില്ല. അതിന്റെ ടെൻഷനിലാണ് അവൻ ഇരിക്കുന്നത്. അവൻ നമ്മളെപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ബോയ് ആണ്. അവന് സാലറി കുറവാണെങ്കിലും അതിന്റെ ഇരട്ടിയായിട്ടുള്ള വർക്ക് ലോഡ് അവനുണ്ട്. അവനിപ്പോൾ ഒരു ഫിലിം പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫൂട്ടേജ് നോക്കുന്ന സമയത്ത് അതിലെ ചില ക്ലിപ്സുകൾ അതൊരു ഫിലിമിന് വേണ്ടി ഷൂട്ട് ചെയ്തതായിട്ട് അവന് തോന്നുന്നില്ല. എന്തോ റോങ് ആയിട്ട് അവന് സംഭവിക്കുന്നതായിട്ട് മനസ്സിലായി. ഇത്രയും നാളത്തെ ആ ഒരു സ്ട്രഗിളും പ്രഷറും കൊണ്ട് തന്നെ ആ ഒരു കാര്യം തീരുമാനിച്ചു. അവൻ ആരുടെയും അടിമയല്ല. അവൻ അങ്ങനെ ബോസിന്റെ റൂമിലേക്ക് ചെന്നു. എന്റെ കഴിഞ്ഞ മാസം സാലറി പെൻഡിങ് ആണ്, എനിക്ക് ഇതിനൊരു ആൻസർ തരണം എന്ന് പറഞ്ഞു. നമ്മുടെ ബോസ് ആണ് ജോൺ ട്രയാങ്കിൾ. ടോറസ്, നീ നിന്റെ കഴിഞ്ഞ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തിട്ടില്ലായിരുന്നോ? എനിക്ക് മനസ്സിലായി, നിനക്ക് എന്തോ റോങ് ആയിട്ട് സംഭവിക്കുന്നതായിട്ട് തോന്നി. എന്നാൽ അത് ശരിയാണ്, അത് ഇല്ലീഗലാണ്. ടോറസിന് നല്ല രീതിയിൽ ദേഷ്യം വന്നു. ബോസ് എന്ന് വിളിച്ചതാവുകൊണ്ട് തന്നെ ജോൺ എന്ന പേരെടുത്ത് വിളിച്ചു. നിനക്ക് ആൻസർ അല്ലേ വേണ്ടത്, ഞാൻ നിന്റെ അടുത്ത് കമാൻഡ് ചെയ്യും, നീ അത് അനുസരിക്കും. ഇത് കേട്ട ടോറസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പൊ നമ്മൾ ടോറസ് ഉള്ളത് ടൈംലെസ് സിറ്റി സീസൈഡിലാണ്. ഞാൻ വീണ്ടും ഒരു മണ്ടനാണെന്ന് പ്രൂവ് ചെയ്തു. ടോറസിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അവന്റെ ഗേൾ ഫ്രണ്ട് ആണ് മേരി. ടോറസ്, നമ്മളൊരു പ്രശ്നത്തിലാണ്. മേരി, എന്താ സംഭവിച്ചത്? സീരിയസ് ആണോ? മേരി കാര്യം പറഞ്ഞു. ലാസ്റ്റ് നൈറ്റ് നമ്മൾ ഇസയുടെ ബർത്ത്ഡേ പാർട്ടി ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്റെ ബ്രദർ കണ്ടു എന്ന് തോന്നുന്നു. അവന്റെ ചിരി എന്നെ ഭയപ്പെടുത്തുന്നു. ടോറസ്, നീ ഓക്കെ അല്ലേ? ഇത് കേട്ട മേരി വിഷമത്തോടെ പറഞ്ഞു, ഐ നീഡ് യു ടോറസ്, ബി കെയർഫുൾ. ഇത് കേട്ടപ്പോൾ ടോറസിന് ഒരു കാര്യം മനസ്സിലായി. അവൾ നല്ല രീതിയിൽ ഭയന്നിട്ടുണ്ട്. തൊട്ട് പുറകിൽ നിന്ന് ഒരു പയ്യൻ ടോറസിനെ വിളിക്കുന്നുണ്ട്. ടോറസ് മേരിയുടെ അടുത്ത് പറഞ്ഞു, ഡോണ്ട് വെറി, ഞാൻ അവനെ ഡീൽ ചെയ്തോളാം, നീ സേഫ് ആയിട്ടിരിക്കെ, ഞാൻ നിന്നെ വിളിക്കാം. ഇത്രയും പറഞ്ഞ് ടോറസ് ഫോൺ വെച്ചു. ഒപ്പം ദേഷ്യത്തോടെ ആ പയ്യനെ നോക്കി ടോറസ് ചോദിച്ചു, എന്താ വേണ്ടത്? ആ പയ്യൻ ടോറസിന്റെ മുന്നിലേക്ക് ഒരു സ്വീറ്റ് നീട്ടിയിട്ട് പറഞ്ഞു, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, ഈ ലാസ്റ്റ് വൺ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അവന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ ടോറസ് പെട്ടെന്ന് ആ ഒരു ദേഷ്യം പുറത്ത് കാണിക്കാതെ ആ ഒരു സ്വീറ്റ് അവൻ വാങ്ങിച്ചു. ബർത്ത്ഡേ വിഷ് ചെയ്തു. എന്താണ് നിന്റെ പേര്? ഈ ലേറ്റ് നൈറ്റിൽ നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? പാർട്ടി വല്ലതും ആണോ? ആ പയ്യൻ പറഞ്ഞു, അതെ, എന്റെ പേര് അസ്ലിൻ, എന്റെ ഫ്രണ്ട്സ് തൊട്ടപ്പുറത്തുണ്ട്, ഇത് പെട്ടെന്ന് കഴിച്ചോളൂ, ഇതൊരു തരം ജെല്ലിയാണ് എന്ന് പറഞ്ഞു. ടോറസിന്റെ മനസ്സിലൂടെ പോയത്, ഈ ഒരു മൊമെന്റ് നീ എൻജോയ് ചെയ്യ്, അല്ലെങ്കിൽ എന്നെ പോലെ നീയും റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഇത്രയും പറഞ്ഞ ഒരു പയ്യൻ ദൂരേക്ക് ഓടിപ്പോയി. ടോറസ് ആ ഒരു സ്വീറ്റിലേക്ക് നോക്കിയ സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ട് തോന്നി. ഒപ്പം അതിന്റെ പേര് ജെല്ലി എന്നാണ്. തന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി. അത് മേരിയിൽ നിന്നാണ്. ആ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ സമയത്താണ് ടോറസ് തന്റെ ബർത്ത്ഡേ ആണെന്ന് പോലും ഓർക്കുന്നത്. അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് എൻഡോർഗൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ടോറസ് എടുത്ത് കഴിച്ചു. ടോറസ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എന്തോ ഒരു ഡിഫറെന്റ് ഫീൽ ആണ്. പെട്ടെന്ന് ടോറസിന്റെ തലയ്ക്കകത്ത് എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ തോന്നി. ടോറസ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ടോറസിന്റെ രൂപം കണ്ടിട്ട് അവൻ തന്നെ ഭയന്നുപോയി. അവന്റെ രൂപം എന്ന് പറയുന്നത് ഒരു ജെല്ലി ടാങ്കിനകത്ത് മുങ്ങി എണീച്ചത് പോലത്തെ ഒരു രൂപമാണ്. അവനിപ്പോ ഒരു കണ്ണേ ഉള്ളൂ. അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ദൈവം എനിക്ക് വേണ്ടി തന്ന പവറാണോ ഇത്? എന്നാൽ ഇതൊരു വിയേർഡ് ആയിട്ടുണ്ട് എന്ന് ടോറസ് പറയാണ്. ടോറസ് പെട്ടെന്ന് ആ ഒരു പയ്യനെ തിരിഞ്ഞു നോക്കി. ആ ഒരു പയ്യൻ അവിടെ എന്തോ ചെയ്യുന്നുണ്ട്. ടോറസ് ആ പയ്യനെ നോക്കി പറഞ്ഞു, എന്തിനിത് എന്നോട്? കാരണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലാതെ തന്നെ ഉണ്ട്. കാരണം ഞാനൊരു സൂപ്പർ ഹീറോയാണ്. തന്റെ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മറികടക്കാൻ വേണ്ടി ഇത് തന്നെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാനൊരു സൂപ്പർ ഹീറോ ആണെന്ന് ടോറസ് ഇപ്പോൾ സ്വയം വിശ്വസിച്ചിരിക്കുകയാണ്. ആ പയ്യന്റെ കയ്യിലിരിക്കുന്ന എന്തോ ഒരു കാര്യം ബീപ്പെന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ഒരു ചെറിയ പയ്യന്റെ രൂപം വേറൊരു രൂപത്തിലേക്ക് മാറി. മനുഷ്യനുമല്ല മൃഗവുമല്ലാത്ത രീതിയിലുള്ള ഒരു രൂപം. അവരെന്തോ ഒരു കാര്യം വർക്കിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പുറത്ത് നിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഈ ഒരു ജെല്ലി സെയിൽ ചെയ്യാൻ റെഡി ആണോ എന്നുള്ളത്. ടോറസിന്റെ കയ്യിലുള്ള ആ ഒരു പവർ ആ ഒരു രൂപത്തിന്റെ മുഖത്തേക്ക് ചെന്ന് പതിച്ചു. ഒരു തരത്തിലുള്ള ഒരു ജെല്ലി ബോൾ ആണ് ടോറസിന്റെ കയ്യിൽ നിന്ന് പോയത്. മുഖത്ത് ചെന്ന് വീണ ആ ഒരു ഭാഗം മൊത്തത്തിൽ ബേണായി പോയി. വെറും സ്കള്ള് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അയാൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു സംഭവം തെറിച്ച് താഴേക്ക് വീണു. അയാളുടെ കഥ കഴിഞ്ഞു. ടോറസിന് മനസ്സിലായി തനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു പവർ വെരി പവർഫുൾ, അതുപോലെ തന്നെ ഡേഞ്ചറസും ആണെന്നുള്ളത്. അതെന്താണ് ടോറസിന് മനസ്സിലാവുന്നില്ല. അതിൽ നിന്ന് എന്തോ ബീപ്പായിട്ടുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. നിമിഷ നേരം കൊണ്ട് അവിടെ ഒരു ബ്ലാസ്റ്റ് പോലെ സംഭവിച്ചു. ടോറസ് അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഒന്ന് ലാൻഡ് ചെയ്തു. ഇപ്പൊ ടോറസ് എത്തിയിരിക്കുന്നത് എൻഡോർഗൻസിന്റെ അണ്ടർഗ്രൗണ്ടിലേക്കാണ്. ടോറസ് നോക്കിയപ്പോ അവിടെ 2 പേര് ഇരിപ്പുണ്ട്, ജോൺ ട്രയാങ്കിളും അസ്ലിനും. അസ്ലിൻ ജോണിനോട് പറയുന്നുണ്ട്, എന്തിനാണ് അവർ ഇത് ചെയ്യുന്നത്? എന്തിനാണ് അവർ എന്റെ അമ്മയെ? ഇത് കേട്ട് ജോൺ അസ്ലിനോട് പറയുന്നുണ്ട്, അവർ നിന്റെ അമ്മയെ ഒന്നും ചെയ്യില്ല. ഇത് കണ്ട ടോറസ് ജോണിനെ നോക്കി ചോദിച്ചു, ഈ ഒരു ടൈംലെസ് സിറ്റിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ടോറസിനെ കണ്ട് ജോൺ ചോദിച്ചു, ടോറസ്, ഇത് ശരിക്കും നീയാണോ? നീ നിന്റെ രൂപം തന്നെ നോക്ക്, ഇതാണ് ഇവിടെ ചെയ്യുന്നത്. ജോൺ നോക്കിയപ്പോ ടോറസിന്റെ കയ്യിൽ എന്തോ ഒരു ഡിവൈസ് ഇരിക്കുന്നു. ലോറൈ, നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? ടൈം നമുക്ക് വളരെ കുറവാണ്, നമുക്ക് ഇത് ഉപയോഗിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ടോറസിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു ഡിവൈസ് എന്റെ ഈ ഒരു ഹാൻഡ് ലോക്കിന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ആ ഒരു ഹാൻഡ് ലോക്ക് അൺലോക്ക് ആയി. എന്നിട്ട് ജോൺ ടോറസിന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ലോറൈ ഡിവൈസിലേക്ക്
കൈവച്ചു. അസ്ലിൻ്റെയോട് പറഞ്ഞു നിന്റെ കൈ ഇതിന് തൊട്ടടുത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അസ്ലിൻ പറഞ്ഞു മൈ മോം, ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം, എന്നിട്ടൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. ടോറസിന്റെ മനസ്സിലുള്ളത് ഇതൊക്കെ എങ്ങനെ ജോണിന് അറിയാം? ഈ ലോറ എന്ന് പറഞ്ഞ ഡിവൈസ് അത് ജസ്റ്റ് ഒരു ഡിവൈസ് അല്ല, എന്തൊക്കെയോ വലിയ സ്റ്റോറീസ് ഈ ഒരു ഡിവൈസിന് ചുറ്റിപ്പറ്റിയുണ്ട് എന്ന് ടോറസിന് മനസ്സിലായി. ഇപ്പൊ ടൈം 2:11 AM ആണ്. നേരത്തെ ടോറസ് എവിടെ നിന്നാണോ ടെലപ്പോർട്ട് ആയത് അതേ സ്ഥലത്തേക്ക് തന്നെ അവർ 3 പേരും കൂടി തിരിച്ച് ടെലപ്പോർട്ട് ആയിട്ടുണ്ട്. എന്നിട്ട് ജോൺ ടോറസിനോടുകൂടി പറഞ്ഞു എൻഡോർഗൻസ് വെറും ഒരു സ്വീറ്റ് മാനുഫാക്ചറിംഗ് കമ്പനി അല്ല, അവരൊരു പുതിയ ലോകം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ലോകത്ത് നിന്നെ പോലെയുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് കേട്ട അസ്ലിൻ ചോദിച്ചു എന്റെ അമ്മയെ എനിക്ക് രക്ഷിക്കാൻ കഴിയില്ലേ? ജോൺ പറഞ്ഞു നിന്റെ അമ്മ ബ്ലൂ ഷാഡോസിലെ ഒരു മെമ്പറാണ്, ഓൾറെഡി അവര് നിന്റെ അമ്മയെ സേവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ജോൺ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ ടോറസിന് ദേഷ്യം വന്നു. ജോൺ, ഞാനിപ്പോ ഒരു സാധാരണ മനുഷ്യൻ മാത്രമല്ല, നിനക്ക് കഴിയില്ലായിരിക്കും, പക്ഷെ എനിക്ക് കഴിയും. ആദ്യം നമുക്ക് പോവേണ്ടത് ട്രയാങ്കിൾ ഓഫീസിലേക്കാണ്, എന്നിട്ട് അസ്ലിന്റെ മോമിന്റെ അടുത്തേക്ക്. ഞാൻ ആദ്യം നശിപ്പിച്ചത് അസ്ലിന്റെ ക്ലോണിനെയാണ്, ഇനി ഒന്നും കൂടി ബാക്കിയുണ്ട്, അത് നിന്റെയാണ് ജോൺ. ഇത് കേട്ടപ്പോ ജോണിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ ക്ലോണോ? അങ്ങനെയാണെങ്കിൽ എൻഡോർഗൻസിനെ കുറിച്ചുള്ള എന്റെ ഓഫീസിലുള്ള ചില കാര്യങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന അസ്ലിൻ പറഞ്ഞു എന്റെ അച്ഛൻ ജയിലിലാണ്, എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തത് എന്റെ അമ്മയാണ്, കാരണം എൻഡോർഗൻസിന്റെ ഒരു പാർട്ണർ കൂടിയായിരുന്നു എന്റെ അച്ഛൻ. ആ ഒരു കാര്യത്തിന്റെ പേരിലാണ് എന്റെ അമ്മ അച്ഛനെ അറസ്റ്റ് ചെയ്തത്. ആ ഒരു റീസൺ കൊണ്ടാവാം എന്നെയും അമ്മയെയും എൻഡോർഗൻസ് കിഡ്നാപ്പ് ചെയ്തത്. ഇതെല്ലാം കേട്ടുകൊണ്ട് ജോൺ ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, പക്ഷേ അവരെന്തായാലും ലോറൈ തേടി നമ്മളെ പുറകെ വരും. അങ്ങനെ അവർ 3 പേരും കൂടി ട്രയാങ്കിൾ ഓഫീസ് ബിൽഡിംഗിന്റെ അടുത്തെത്തി. ഏകദേശം ടൈം 2:39 AM ആണ്. ജോണും അസ്ലിനും കാറിലിരിക്കുന്നുണ്ട്. ടോറസ് നടന്ന് ട്രയാങ്കിൾ ഓഫീസിനകത്തേക്ക് പോകുന്നുണ്ട്. അസ്ലിൻ ജോണിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അയാളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമോ? ഉറപ്പില്ല, അവൻ 4 മാസം മുമ്പാണ് ട്രയാങ്കിളിൽ ജോയിൻ ചെയ്തത്, പക്ഷെ ഇങ്ങനെ ഒരു ധൈര്യമുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവൻ എപ്പോഴും സൈലന്റ് ആയിരുന്നു. ടോറസ് നേരെ ബോസിന്റെ റൂമിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു ബോസ്, ഞാൻ പുതിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു, എൻഡോർഗൻസ്. അവർ ക്ലോണുകളെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഹ്യൂമൻ ക്ലോൺസ്. പെട്ടെന്ന് ജോണിന്റെ ആ ഒരു ക്ലോൺ രൂപം ക്ലോൺ റെഡ് ആക്ടിവേറ്റഡ് എന്ന് പറയുന്ന ഒരു കോഡ് പറഞ്ഞു. നിമിഷങ്ങൾക്കകം ഒരു വികൃതമായ ഒരു അനിമലിനെ പോലത്തെ രൂപമായി മാറി. ടോറസിന് തന്റെ ആ ഒരു ജെല്ലി രൂപത്തിലേക്ക് മാറാൻ വേണ്ടി കഴിയുന്നില്ല. ടോറസിനെ ആ ഒരു അനിമൽ അറ്റാക്ക് ചെയ്ത് തെറിപ്പിച്ചു. ടോറസ് മറിഞ്ഞ് വീഴുന്ന കൂട്ടത്തിൽ ആ ഒരു അനിമലിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പെൻഡ്രൈവും അവിടേക്ക് തെറിച്ചു വീണു. ഈ ഒരു പെൻഡ്രൈവിന്റെ കാര്യമായിരിക്കാം ജോൺ അവരെന്തോ എറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതെന്ന് ടോറസിന് മനസ്സിലായി. തന്റെ ഉള്ളിലുള്ള ഒരു ജെല്ലി ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ടോറസിന്റെ മനസ്സിൽ പല പല ചോദ്യങ്ങളാണ്. ഇതെന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, എനിക്ക് എന്റെ പീപ്പിൾസിനെ സേവ് ചെയ്യണം, എനിക്ക് പൈസയാണ് വേണ്ടത്, ഞാൻ ഈ ഒരു പവർ എന്തിനു വേണ്ടി യൂസ് ചെയ്യണം? ടോറസിന്റെ മുന്നിലേക്ക് ദേഷ്യത്തോടെ ആ ഒരു ക്ലോൺ റെഡ് ചാടി വന്നു. ടോറസ് ആ ഒരു ജെല്ലി രൂപത്തിലേക്ക് മാറി വന്നു. ആ ഒരു ക്ലോൺ റെഡിന്റെ മുഖത്തേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ പവർ ഉപയോഗിച്ചു. ആ ഒരു ജെല്ലി ചെന്ന് വീണപ്പോൾ തന്നെ ആ ഒരു അനിമലും മൊത്തത്തിൽ ബേൺ ആയി പോയി. ഒപ്പം സിഗ്നൽ ലോസ്റ്റ് എന്ന് പറയുന്ന ഒരു കോഡും കേട്ടു. ടോറസ് ആ ഒരു പെൻഡ്രൈവ് എടുത്തു. ജോൺ എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ബോസ് എന്ന് പറഞ്ഞിട്ട് ടോറസിന്റെ പെൻഡിങ് ആയിട്ടുള്ള സാലറി ടേബിൾ തുറന്ന് അതിൽ നിന്ന് എടുത്തു. എല്ലാം കഴിഞ്ഞ് ടോറസ് നേരെ കാറിലേക്ക് വന്ന് കയറി. ജോൺ ടോറസ് നോക്കി പറഞ്ഞു ഞാൻ ഇതിന് റെഡിയല്ല, ഞാൻ എൻഡോർഗൻസിലെ ഫൗണ്ടർ ആയിട്ടുള്ള ബാരിയുമായിട്ട് കുറച്ച് പ്രശ്നത്തിലാണ്, നിങ്ങൾ എന്റെ കാർ എടുത്തോളൂ, നിങ്ങൾ രണ്ടുപേരും കൂടി പോകും. ടോറസ് ആകെ ഷോക്കായി. ബാരി നേരത്തെ മാരി പറഞ്ഞ തന്റെ ബ്രദറാണ്. ഇത് കേട്ടപ്പോൾ ടോറസ് ആകെ ബ്ലാങ്ക് ആയി. ജോൺ, നിനക്ക് ആ ഒരു പെൻഡ്രൈവ് ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്കറിയാം, ആ ഒരു പെൻഡ്രൈവ് ഇപ്പോൾ അവരുടെ കയ്യിലാണ്. അങ്ങനെ അവർ 3 പേരും കൂടി അസ്ലിന്റെ മദറിനെ നോക്കാൻ വേണ്ടിയിട്ട് എൻഡോർഗൻസ് ടവറിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു കറുത്ത പൂച്ച വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചാടി വീണു. അവർ നോക്കിയപ്പോൾ ഒരു പയ്യൻ വന്ന ആ ഒരു പൂച്ചയെ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് അവൻ പറഞ്ഞു സോറി, ഈ പൂച്ച കുറച്ച് കുസൃതിയാണ്. അസ്ലിൻ ഇതിനകത്തുണ്ടോ? അസ്ലിന്റെ അമ്മ സേഫ് ആണ്, അവർ ഇപ്പോ ബ്ലൂ ഷാഡോ ഓഫീസിലുണ്ട്, അവർ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്കറിയാം നിങ്ങൾ ഇപ്പോ കൺഫ്യൂസ്ഡ് ആണെന്ന്. എന്റെ പേര് ലോഡ്ലർ, ഇസയുടെ ഫ്രണ്ടാണ്. അസ്ലിൻ ചോദിച്ചു ഇതെങ്ങനെ നിങ്ങൾക്കറിയാം? ആരാണ് അമ്മയെ രക്ഷിച്ചത്? ബ്ലൂ ഷാഡോസ് ആണോ? ഇത് കേട്ട ഒരു പയ്യൻ പറഞ്ഞു എനിക്കറിയില്ല മൈ ഫ്രണ്ട്, എന്തായാലും നമ്മൾ ഒന്നുകൂടി കാണും. ഇപ്പൊ ഏകദേശം ടൈം 3:29 AM ആണ്. ഇനി നമുക്ക് കുറച്ച് പുറകിലേക്ക് പോകണം. ഏകദേശം ഒരു 2:51 AM ആയ സമയത്ത് എൻഡോർഗൻസ് ടവറിൽ എന്തോ തെറ്റായി സംഭവിച്ചു. ക്ലോൺ റെഡ്സ് എല്ലാം ഫെയിൽ ആയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു മാർക്കോ? ഞാൻ വിചാരിക്കുന്നത് ആരോ അത് ഡിസ്ട്രോയ് ചെയ്തതാണ്. ആ ഒരു പെണ്ണ് പറഞ്ഞു നോർമൽ ഹ്യൂമൻസിനെ കൊണ്ട് ക്ലോൺ റെഡ്സിനെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അവർക്ക് ക്ലോണിനെ ഐഡന്റിഫൈ ചെയ്യാൻ പോലും കഴിയില്ലല്ലോ. മാർക്കോ പറഞ്ഞു പക്ഷേ സൂപ്പർ ഹ്യൂമൻസിനെ കൊണ്ട് കഴിയുമല്ലോ, നമ്മൾ ചെയ്ത ഒരു ജെല്ലി എക്സ്പെരിമെന്റ് തന്നെയാണ് ആദ്യത്തെ മിസ്റ്റേക്ക്. ഇത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു ഐഷയുടെ എക്സ്പെരിമെന്റ് ഇപ്പൊ തന്നെ നിർത്തണം, ആദ്യം നമുക്ക് ബാരിയർ എടുത്ത് സംസാരിക്കാം, എന്നിട്ട് അണ്ടർഗ്രൗണ്ടിൽ ചെന്ന് ജോണിനെയും ഐഷയുടെ മകനെയും ചെക്ക് ചെയ്യണം. ഇപ്പൊ നമ്മുടെ അസ്ലിന്റെ മദർ ഗോഡൌണിലാണ്, അവളുടെ പേര് ഐഷ. ഐഷയുടെ ക്ലോൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള DNA ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഐഷ കണ്ണു തുറന്നു. എന്റെ മകൻ എവിടെയാണ്? ഞാനിപ്പോ എവിടെയാണ്? നിങ്ങൾ എന്താ എന്നെ ചെയ്യുന്നത്? പെട്ടെന്ന് തന്നെ ഐഷ അവിടുന്ന് ചാടി എണീച്ച് നീ എന്റെ മകനെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അയാളുടെ പല്ല് ചവിട്ടി പൊട്ടിച്ചു. ആ ഒരു ഗോഡൌണിൽ നിന്ന് നേരെ ഇറങ്ങി പുറത്തേക്ക് ഓടി. ഐഷ അങ്ങനെ ഓടി റൂഫ് ടോപ്പിൽ എത്തിയപ്പോ അവിടെ ആരോ കിടക്കുന്നുണ്ട്. ഒപ്പം തൊട്ടടുത്തായിട്ട് ഒരു പൂച്ചയും ഇരിപ്പുണ്ട്. താഴെയായിട്ട് കുറച്ച് ഏലിയനോയിഡ്സും ഡെഡായി കിടപ്പുണ്ട്. ക്ലോൺ റെഡിന് വേണ്ടി കൊണ്ടുവരുന്ന DNA
DNA ചിലത് ഫെയിൽഡ് ആവും. അത്തരത്തിൽ ഫെയിൽഡ് ആവുന്ന ചില DNA വെച്ച് ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ചില ഹ്യൂമൻസിനെയാണ് ഏലിയനോയിഡ്സ് എന്ന് പറയുന്നത്. ഐഷാക്ക് ഇത് ആരാണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഇയാൾ എൻഡോർഗൻസിൽ പെട്ട ആളല്ല എന്ന് മനസ്സിലായി. കാരണം ഏലിയനോയിഡ്സ് അവിടെ ഡെഡായി കിടപ്പുണ്ട്. ഐഷയെ തിരിഞ്ഞു നോക്കാതെ തന്നെ ആ കിടക്കുന്നയാൾ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങളുടെ സൺ അസ്ലിൻ അവൻ സേഫ് ആണ്. നിങ്ങൾ ടൈംലെസ് സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സീക്രട്ട് സ്ക്വാഡായ ദ ബ്ലൂ ഷാഡോസിലുള്ളയല്ലേ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഐഷാക്ക് അയാൾക്ക് ഒരു ട്രസ്റ്റ് തോന്നി. ഐഷ അയാൾക്ക് ചോദിച്ചു, എന്റെ മകൻ എവിടെയാണ്, എന്നെ നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ അനുവാദം തരുവാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ നിന്ന് പറക്കാം. യു ക്യാൻ കോൾ മീ ലോഡ്മാൻ. ലോറ ഈ രംഗത്ത് നിന്ന് ഒരു ക്യാരക്ടറിന്റെ സെപ്പറേറ്റ് POV വരുന്ന ഒരു കോമിക് സീരീസ് ആണ് ജോക്കർ ഗേൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള. അതിന്റെ 2 ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ ആദ്യം കാണുന്നത് ഒരു പെൺകുട്ടി സ്റ്റെയർ കേസിൽ ഒരുപാട് കാർഡ്സ് കിടപ്പുണ്ട്. ഈ വീട്ടിൽ തന്റെ അച്ഛൻ കാർഡ്സ് കളിക്കാറില്ലല്ലോ, പിന്നെ ഇത് എങ്ങനെയാണ് ഇത് ഇവിടെ വന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണ് അവൾ ആ കാർഡിലേക്ക് നോക്കിയ സമയത്ത് അതിലൊരു വ്യത്യാസം ഉള്ളത് എല്ലാം ജോക്കർ കാർഡ്സ് ആണ്. അവളാണെങ്കിൽ ഒരുപാട് മൂവീസും സീരീസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ജോക്കർ എന്ന ക്യാരക്ടറിനോട് ഒക്കെ ഒരു പ്രത്യേക ഇഷ്ടമുള്ള ഒരു ജോക്കർ ഫാൻ ഗേൾ എന്ന് വേണമെങ്കിൽ പറയാം. അവളെ ആരോ കാർഡ് ഗെയിം കളിക്കാനായിട്ട് വിളിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നുന്നത്. തന്റെ പാരന്റ്സിന്റെ റൂമിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്ന പോലെ അവൾക്ക് തോന്നി, ഏ ലിറ്റിൽ ഗേൾ, നമുക്ക് കാർഡ് കളിച്ചാലോ? അവൾ ആ ശബ്ദം കേട്ട റൂമിലേക്ക് പതിയെ നടന്നു ചെന്ന് അവൾ കാണുന്ന കാഴ്ച അവളെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. അവളുടെ അച്ഛനും അമ്മയും ബ്ലഡിൽ കുളിച്ച് കിടക്കുന്നു. തൊട്ടപ്പുറത്തായിട്ട് ആരോ നിൽക്കുന്ന പോലെ ഒരു രൂപം മാത്രമേ അവൾക്ക് കാണാൻ സാധിച്ചുള്ളൂ. ഒപ്പം തറയിൽ കുറെ കാർഡ്സും വിതറി കിടപ്പുണ്ടായിരുന്നു. അവർക്ക് എന്നോടൊപ്പം കാർഡ് കളിക്കാൻ താല്പര്യമില്ല. ഓ സോറി, അവർ രണ്ടുപേരെയും ഒരുമിച്ച് നിനക്ക് നഷ്ടമായോ? ഇപ്പോൾ ഞാനാണ് നിന്റെ അച്ഛൻ, നീ കരയരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. അവൾ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതാണ് ശരി, ജോക്കർ എന്നത് ഒരു തമാശയല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ ആ തറയിലേക്ക് ബോധം കെട്ട് വീണു. അവൾ കണ്ണ് തുറക്കുന്ന സമയത്ത് അവൾ ഏതോ ഒരു കാറിന്റെ ഡിക്കിയിലാണ്. ആരോ പറയുന്നുണ്ട്, മോളെ എണീക്കൂ, നമ്മൾ വീടെത്തി. ഇത് കേട്ടുകൊണ്ടാണ് അവൾ ഇറങ്ങുന്നത്. അവൾ ഇറങ്ങി അയാളോടൊപ്പം ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് കയറി. അവൾ ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോ എവിടെയാണ്, നിങ്ങൾ ആരാണ്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ നിന്റെ അച്ഛനാണ്. അച്ഛനോ? എനിക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അത് എന്താണെന്ന് ഓർത്തെടുക്കാൻ അവൾക്ക് പറ്റുന്നില്ല. അവൾ നിലവിളിച്ചു. ഇത് കേട്ടുകൊണ്ട് അയാൾ പറഞ്ഞു, ഇത് കുടിക്കൂ. അവൾ ചോദിച്ചു, എന്താണിത്? എന്നെ കൊണ്ട് ഇതിന് കഴിയില്ല. ഈ ഒരു സ്ഥലം എനിക്ക് വല്ലാതെ പുതിയതായിട്ട് തോന്നുന്നു. എന്താണ് എനിക്ക് സംഭവിച്ചത്? ഇതിന് മറുപടിയായി അയാൾ പറഞ്ഞത്, നിന്റെ പാരന്റ്സ് എല്ലാം പോയി. നിന്റെ അമ്മ ഒരിക്കൽ എന്റേതായിരുന്നു. നീ ഇത് പിടിക്ക്. ഇത് നിന്റെ അമ്മയുടെ ബ്ലഡാണ്. അവളുടെ അമ്മയുടെ ബ്ലഡാണ് അവൾക്ക് നേരെ അയാൾ നീട്ടിയിട്ട് കുടിക്കാൻ പറഞ്ഞത്. അവൾക്ക് അലറി കരയണമെന്നുണ്ട്, പക്ഷെ അവളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അവൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇയാൾ എന്റെ അച്ഛനല്ല. ഒരു കൊച്ചു കുട്ടിയായ ഞാൻ എങ്ങനെ ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്നും അവൾക്കറിയില്ല. 5 വർഷങ്ങൾക്ക് ശേഷം ടൈംലെസ് സിറ്റിയിലെ എൻഡോർഗൻസിന്റെ റിസോർട്ടിലാണ് ഇപ്പോൾ ഒളിവിയ ഉള്ളത്. കഴിഞ്ഞ 5 വർഷം തന്നെ ഒരു അടിമയെ പോലെ യൂസ് ചെയ്ത ഒരു കൊച്ചുകുട്ടി അനുഭവിക്കാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും അനുഭവിച്ച ഒരു ക്രൂരനായിട്ടുള്ള ഒരു കോമാളി വളർത്തിയെടുത്ത ഒരു മകളാണ് എന്നുള്ള ഒരു ബോധം ഇപ്പോ അവളുടെ മനസ്സിലുണ്ട്. അയാൾ അവളെ പല പബ്ബുകളിലും ഒക്കെ കൊണ്ടുപോയി കാഴ്ച വസ്തുവായിട്ട് വിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ എൻഡോർഗൻസ് റിസോർട്ടിൽ അവൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അവൾ അയാളത് പറയാണ്, എനിക്കിപ്പോ കുടിക്കാൻ എന്തെങ്കിലും വേണം. ഫേക്ക് ഫാദർ, നിങ്ങൾ എന്നെ പഠിപ്പിച്ചത് ഇതാണ്. അവളുടെ നിയന്ത്രണം വിട്ട് അയാളുടെ കഴുത്ത് കടിച്ചു കീറി ബ്ലഡ് മൊത്തം കുടിച്ചു. താഴെ കിടന്ന ഒരു ജോക്കറിന്റെ കാർഡ് അവൾ എടുത്തപ്പോ അച്ഛന്റെ അമ്മയുടെയും ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന രൂപമാണ് അവളുടെ മനസ്സിലേക്ക് ആദ്യം വന്നത്. എനിക്കിപ്പോ എല്ലാം ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ അച്ഛാ, അമ്മേ, ഞാൻ ഒരുപാട് ലേറ്റായിപ്പോയി. ഞാനിപ്പോൾ നിങ്ങൾ വളർത്തിയ ഒരു നല്ല മകളല്ല. ഞാൻ നിങ്ങളെപ്പോലെ ഒരു പാരൻസിനെ ഡിസർവ് ചെയ്യുന്നില്ല. ഞാനാണ് ഒരു സൈക്കോ കോമാളി വളർത്തിയ ജോക്കർ ഗേൾ. നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ നിർത്തിയത് നമ്മൾ ജോക്കർ ഗേൾ ഒരാളുടെ കഴുത്ത് കടിച്ചു കയറി ബ്ലഡ് കുടിച്ചു കൊന്നു. അത് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇഷ്യൂ കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു സംഭവം നടക്കുന്നത് നമ്മുടെ എൻഡോർഗൻസിന്റെ റിസോർട്ടിൽ വെച്ചിട്ടാണ്. എൻഡോർഗൻസ് റിസോർട്ടിന്റെ ഇൻചാർജ് ആയിട്ടുള്ള നമ്മുടെ മാരിയുടെ സിസ്റ്റർ ആയിട്ടുള്ള മാരി എന്തായാലും ഇത്രത്തോളം ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യുന്ന ഒരാളെ എന്തായാലും നമ്മുടെ മാരി നോട്ട് ചെയ്യും. നമ്മുടെ മാരി നമ്മുടെ ഒളിവിയെ ഓഫീസിലേക്ക് വിളിച്ചു. അങ്ങനെ നമ്മുടെ മാരി ഒളിവിയുടെ മുന്നിലേക്ക് ഒരു ഓഫർ വെക്കുകയാണ്. മാരി ചോദിച്ചു, ഒളിവിയ, ഇത് നിന്റെ തെറ്റല്ല. അയാൾ നിന്നെ ചെയ്തതിന് നീ അയാളെ പണിഷ് ചെയ്തു. എനിക്ക് നിന്റെ ധൈര്യം ഇഷ്ടമായി. എൻഡോർഗൻസിൽ ചേരാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഇത് കേട്ട ഒളിവിയ മാരിയുടെ അടുത്ത് ചോദിച്ചു, താല്പര്യമുണ്ട്, പക്ഷേ ഞാൻ എന്തിനത് ചെയ്യണം? എനിക്ക് സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഇത് കേട്ടപ്പോ നമ്മുടെ മാരി ഒരു കാര്യം പറഞ്ഞു. ബ്ലഡ് ആണ് ഒളിവിയുടെ വീക്ക്നെസ് എന്ന് മാരിക്ക് നന്നായിട്ട് അറിയാം. മാരി ഒളിവിയ എടുത്ത് ചോദിച്ചു, നീ ചൂടുള്ള ബ്ലഡ് കുടിക്കോ? ഇത് കേട്ടപ്പോ നമ്മുടെ ജോക്കർ ഗേൾ ഒളിവിയ വേറെ ഒന്നും ചിന്തിക്കാതെ തന്നെ ഐ ആം റെഡി. കാരണം നമ്മളുടെ ഒളിവിയയ്ക്ക് അതൊരു ഹാബിറ്റ് ആണ്. അത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ഇഷ്യൂ 1 പറഞ്ഞതാണ്. അങ്ങനെ നമ്മുടെ ഒളിവിയ എൻഡോർഗൻസിലെ ഒരു പാർട്ടായിട്ട് മാറി. ലൂമ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ജിമ്മാണ്. ഒരു മോർണിംഗ് 6:47 ആയിട്ടുണ്ട്. അവിടെ ആരോ ഒരാൾ നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ്. അച്ഛൻ നൈറ്റ് വരും.
അമ്മ എവിടെ? നീ അമ്മയുടെ ഒപ്പം പോയിരുന്ന് ആ ഒരു ടാബ്ലറ്റ്സും കഴിക്കൂ. അപ്പുറത്ത് നിന്നൊരു കൊച്ചു കുട്ടിയാണ് സംസാരിക്കുന്നത്. ഓക്കെ ഡാഡ്, ബൈ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഒരു പെൺകുട്ടി നന്നായിട്ട് പഞ്ച് ചെയ്യാണ്. അവളുടെ ആ ഒരു പഞ്ചൊക്കെ കാണുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും അവൾ നന്നായിട്ട് ബോക്സിംഗ് ഒക്കെ ചെയ്ത് ട്രെയിനർ ആയിട്ടുള്ള ഒരാളാണെന്ന്. അവളുടെ ഓരോ പഞ്ചിനും അത്രത്തോളം പവർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അയാൾ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞു, ഹലോ, ഞാൻ ഡാനി ലൂമയാണ്, നിങ്ങളുടെ പുതിയ ട്രെയിനർ. ഇത് കേട്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഹായ്, ഞാൻ അനബൽ, ബ്ലൂ ഷാഡോസിന്റെ ഹെഡ് ആയിട്ടുള്ള സാൻഡി ലൂമ. ഇത് കേട്ടപ്പോൾ ഡാനി പറഞ്ഞു, എന്റെ അച്ഛനെ അറിയുമോ? അനബിൽ പറഞ്ഞു, പിന്നെ നിങ്ങളുടെ അച്ഛൻ ഒരുപാട് തവണ എന്നെ സഹായിച്ചിട്ടുണ്ട്. അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പുറത്ത് ആരോ വന്നിട്ട് നമ്മൾ ഡാനി ലൂമയെ വിളിക്കുന്നു. നമ്മളുടെ ജോക്കർ ഗേൾ പുറത്തു വന്നിരിക്കുകയാണ്. അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. ജോക്കർ ഗേൾ പറയുന്നുണ്ട് ഡാനിയുടെ അടുത്ത്, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്, അങ്ങോട്ടേക്ക് ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ നമ്മൾ ഡാനി പറഞ്ഞു, ഇവിടെ നിന്ന് തന്നെ പറയാമല്ലോ. ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ ഡാനിയുടെ തലയിലേക്ക് പുറകിൽ നിന്ന് ആരോ ആഞ്ഞു ഒരൊറ്റ അടി അടിച്ചു. ആ ഒരു അടിയുടെ ആഘാതത്തിൽ ഡാനിയുടെ തല നന്നായിട്ട് പൊട്ടി ബ്ലഡ് ഒലിക്കാൻ തുടങ്ങി. ഡാനിയുടെ തലയിൽ നിന്ന് ആ ഒരു ബ്ലഡ് ഒലിക്കുന്ന കണ്ടപ്പോൾ നമ്മളെ ജോക്കർ ഗേളിന് സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ബോൺ മാർക്കോ നമ്മൾ എൻഡോർഗൻസിലെ മെയിൻ ആയിട്ടുള്ള ആളാണ്. അവന്റെ കയ്യിലിരിക്കുന്നത് കണ്ടാലേ ആ ഒരു പേരെങ്ങനെ വന്നതെന്നുള്ള മനസ്സിലാക്കാം. അവന്റെ കൈ ഇരിക്കുന്നത് ഒരു ബോണാണ്, കാലിന്റെയോ കൈയുടെയോ എല്ലാണെന്നുള്ളത്. ആ ഒരു എല്ല് വെച്ചിട്ടാണ് നമ്മളെ ഡാനി ലൂമയുടെ തല അടിച്ചു പൊളിച്ചത്. നമ്മൾ ജോക്കർ ഗേളാണെങ്കിൽ ആ ഒരു ബ്ലഡ് നക്കി കുടിക്കാൻ തുടങ്ങി. ബോൺ മാർക്കോ ഡാനിയെ നോക്കി ചോദിക്കുകയാണ്, എവിടെയാണ് ആയിഷ? നിന്റെ ഫാദർ അവളെ രക്ഷിച്ചോ? നീ ഇപ്പൊ ഉത്തരം തരുന്നോ അതോ എൻഡോർഗൻസിൽ കൊണ്ടുപോയി ഇത് സെറ്റിൽ ചെയ്യണോ? ഇത് കണ്ടുകൊണ്ട് മുകളിൽ നിന്ന് ഓടി ഇറങ്ങി വന്ന നമ്മളുടെ അനബൽ നീട്ടി ഒരു വിളി വിളിച്ചു, സ്റ്റോപ്പ്. അനബലിനെ കണ്ട നമ്മളുടെ ജോക്കർ ഗേൾ അവളെ നോക്കിയിട്ട് പറഞ്ഞു, യു ലുക്ക് സോ ഹോട്ട്. നീ ഡാനിയുടെ ഗേൾ ഫ്രണ്ട് ആണോ? നീ എൻ്റെ ഈ വിരലിലേക്ക് നോക്കാൻ പറഞ്ഞു. മിഡിൽ ഫിംഗർ എടുത്ത് കാണിച്ചു. ഇത് കണ്ട സമയത്ത് അനബലേക്ക് നന്നായിട്ട് എന്നെ പൊളിഞ്ഞു. ഇതേ സമയത്ത് നമ്മളെ ബോൺ മാർക്കോ ആണെങ്കിൽ നമ്മളെ ഡാനി എടുത്ത് തോളിൽ ഇട്ടുകൊണ്ട് വണ്ടിക്ക് നേരെ അവൻ നടക്കുകയാണ്. നമ്മൾ വന്ന മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നീ അത് കളഞ്ഞിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മളെ മാർക്കോ പറഞ്ഞുകൊണ്ട് നേരെ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുന്നുണ്ട്. തോളിൽ നമ്മളെ ഡാനി ലൂമയുണ്ട്. ജോക്കർ ഗേൾ മാർക്കോയെ നോക്കി തിരിഞ്ഞ ആ ഒരു സമയത്ത് ആ വിരലെടുത്ത് നീ വായിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് ചെവിക്കല്ല നോക്കി ഒറ്റ ഇടി ഇടിച്ചു വിട്ടു കൊടുത്തു. ആ ഒരു ഒറ്റ ഇടിയിൽ നമ്മളെ ജോക്കർ ഗേളിന്റെ ഒരു സൈഡ് മൊത്തത്തിൽ കുലുങ്ങി. ആ ഒരു ഒറ്റ പഞ്ചിൽ തന്നെ അവൾക്ക് മനസ്സിലായി ആള് ചില്ലറക്കാരിയല്ല എന്നുള്ളത്. ജോക്കർ ഗേൾ അവിടെ നിന്നില്ല, അവൾ തിരിഞ്ഞോടി വണ്ടിയിൽ കയറി. അവരവിടുന്ന് സ്ഥലം വിട്ടു. വണ്ടിയിൽ ഇരുന്നുകൊണ്ട് നമ്മളുടെ ജോക്കർ ഗേളിൽ നിന്ന് അലറുന്നുണ്ട്, മാർക്കോ, എനിക്ക് അവളുടെ ബ്ലഡ് വേണം. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മളെ മാർക്കോ പറയാണ്, യെസ്, പക്ഷേ ഇപ്പൊ നമ്മളുടെ പ്രയോറിറ്റി അതല്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവർ നേരെ വണ്ടി വിട്ടുപോയി. നമ്മൾ അനബലിലേക്കാണെങ്കിൽ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അനബലിനെ നോക്കിയപ്പോൾ നമ്മൾ ഡാനി ലൂമയുടെ ഫോൺ നോക്കിയപ്പോൾ താഴെ കിടക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്, ഡാഡ്, ഞാൻ ടാബ്ലറ്റ് കഴിച്ചു. ആ ഒരു മെസ്സേജിനോടൊപ്പം തന്നെ ഡാനിയുടെ ഫോൺ റിങ് ചെയ്യുന്നു. ആ വിളിക്കുന്നത് ഡാനിയുടെ ഫാദർ ആയിട്ടുള്ള സാൻഡി ലൂമയാണ്. നമ്മൾ അനബൽ പറയാണ്, ഞാൻ ഇത് എങ്ങനെ പറയും? ഇപ്പൊ നമ്മൾ കാണുന്നത് എൻഡോർഗൻസിലെ ഗോഡൌണിലാണ്. ഡാനി ലൂമയെ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ ഡാനി ലൂമ ആ താഴെ കിടക്കുന്ന സ്ത്രീയെ നോക്കി വിളിക്കുകയാണ്, മോം വേക്കപ്പ്. അപ്പോൾ ഇത് നമ്മളുടെ ഡാനിയുടെ അമ്മയാണ്. ഡാനിക്ക് രണ്ട് കൈയും അനക്കാൻ പറ്റുന്നില്ല, പക്ഷെ അവൻ ഒരു കൈ കൊണ്ട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവന്റെ കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്നുണ്ട്. ഡാനി, എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല, അവരെന്തോ എന്നെ ഇഞ്ചെക്ട് ചെയ്തു. ഇത് കേട്ടപ്പോ അവൻ പറയാണ്, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്ക് ഐഷയെ അറിയില്ല എന്നവൻ വിളിച്ചു പറയുന്നുണ്ട്. ഡാനിയുടെ ഈ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമ്മളെ ജോക്കർ ഗേൾ ഒച്ചത്തിൽ അലറി പറയുകയാണ്, ഷട്ടപ്പ്. നമ്മൾ ജോക്കർ ഗേളാണെങ്കിൽ വാഷ് ബേസിൽ നന്നായിട്ട് തുപ്പുന്നുണ്ട്. കാരണം തന്റെ പല്ലടക്കം മൊത്തത്തിൽ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്. കാരണം അമ്മാതിരി പഞ്ചാണ് കിട്ടിയത്. ജോക്കർ ഗേളിന്റെ ആ ഒരു അവസ്ഥ കണ്ടുകൊണ്ട് നമ്മളെ ബോൺ മാർക്കോ പറയാണ്, ഐ തിങ്ക് ഷീ ഈസ് എ ബോക്സർ. എനിക്ക് തോന്നുന്നു അവളൊരു ബോക്സർ ആണെന്ന്. ഒറ്റ പഞ്ച്. ഇത് കേട്ടപ്പോൾ നമ്മൾ ജോക്കർ ഗേൾ മാർക്കോയോട് പറയാണ്, ഐ നീഡ് ദാറ്റ്. ഇപ്പൊ ഏകദേശം ടൈം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട്. എൻഡോർഗൻസിന്റെ ടവറിലേക്ക് ബ്ലൂ ഷാഡോസിന്റെ ഒരു സ്ക്വാഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആയിഷ ഇസയോട് ചോദിക്കുന്നുണ്ട്, ഇസ, നിന്റെ റൈറ്റ് സൈഡിൽ അവിടെ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഇസ പറയുന്നുണ്ട് തിരിച്ച്, ഡാനി ഇവിടെയുണ്ട്, പക്ഷെ എനിക്ക് അവന്റെ അമ്മയെ കാണാൻ കഴിയുന്നില്ല. ഏരിയ ക്ലിയർ ആണ്, നീ അവിടെ ഹോൾഡ് ചെയ്യുന്നുള്ളത് നമ്മൾ ആയിഷ ഇസയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. നമ്മുടെ ഡാനി ലൂമയുടെ ഫാദർ ആയിട്ടുള്ള സാൻഡി ലൂമ ഹെഡ് ആയിട്ടുള്ള ബ്ലൂ ഷാഡോസിലെ സൈറൻ സിസ്റ്റേഴ്സ് ആണ് ആയിഷ, ഇസ, നമ്മൾ നേരത്തെ ലൂമ ഫിറ്റ്നസിൽ വെച്ച് കണ്ട അനബൽ. നമ്മൾ ആയിഷ അനബലിന്റെ അടുത്ത് പറയുന്നുണ്ട്, നമുക്കൊരു പ്രശ്നമുണ്ട്, ചീഫ് എവിടെ? റാബി മാം അതിനകത്തില്ല, നീ അത് ചീഫിന്റെ അടുത്തൊന്ന് പറയൂ. ഇത് കേട്ടപ്പോൾ നമ്മുടെ അനബൽ പറഞ്ഞു, ചീഫ് നമ്മുടെ ട്രക്കിന്റെ പുറകിൽ തന്നെ ഉണ്ട്, പക്ഷെ ഞാൻ കരുതുന്നത് കുറച്ച് വെയിറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, ഒറ്റ വാക്കിൽ എനിക്കൊരു ആൻസർ വേണം. ആ താഴെ ആരോ കിടക്കുന്നുണ്ട്. അയാൾ പേടിച്ച് വിറച്ചുകൊണ്ട് പറയാണ്, നോ സാൻഡി, എനിക്കറിയില്ല, എല്ലാം ബാരിയുടെ കളിയാണ്. സാൻഡി ലൂമ ഡാനി ലൂമയുടെ ഫാദറാണ്, ബ്ലൂ ഷാഡോസിന്റെ ഹെഡാണ്, ഒപ്പം
സ്റ്റോൺ എക്സ് എന്ന് പറയുന്ന ഫാമിലിയിലെ ഇപ്പോൾ ഉള്ള കറണ്ട് ബ്ലഡ് ആണ്. ലോറൈ ഇഷ്യൂ ടു ലോഡ് മാൻ. നമ്മൾ ആദ്യം കാണുന്നത് ഏകദേശം സമയം 3 AM ആയിട്ടുണ്ട്. ഏരിയ 666 ടൈംലെസ് സിറ്റിയിലെ ഒരു സീക്രട്ട് സൊസൈറ്റിയാണ്. ഐഷ ആൻഡ് ജോൺ, എന്താണ് മാർക്കോ നീ പറയുന്നത്? ബോസ് എൻ്റെ അടുത്തുണ്ട്, ഞാൻ എങ്ങനെ അയാളോട് പറയും? മാർക്കോ, ഇത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആദ്യം നീ പോയി അത് എന്താ സംഭവിച്ചെന്ന് നോക്ക്. പെട്ടെന്നാവട്ടെ. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. മരണത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും ദേവതയായ ബ്ലഡ് മദറിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം. അവരെ അറിയപ്പെടുന്നത് 666 എന്നാണ്. ബ്ലഡ് മദറിനെ ആരാധിക്കുന്നവർ വിശ്വസിക്കുന്നത് ബ്ലഡ് ബാത്തിലൂടെ ബ്ലഡ് മദറിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്നും അതിലൂടെ തങ്ങളുടെ ജീവിതത്തെയും മരണത്തെയും കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നും 666-ലുള്ളവർ വിശ്വസിക്കുന്നു. ഒന്ന് നിർത്തൂ ഫക്കിംഗ് ലേഡി. എനിക്കറിയാം ഇതെന്റെ അവസാന ദിവസമാണെന്ന്. എന്റെ ഈ വാക്കുകൾ നീ ഓർത്തു വെച്ചോ. എന്റെ ഓരോ തുള്ളി ചോരയ്ക്കും നീ ഉത്തരം പറയേണ്ടി വരും. ഇതിനെല്ലാം നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കും. ഞാൻ തിരിച്ചു വരും ബാരി. അച്ഛാ, ഇവൾ ജനിച്ചത് സ്റ്റോണക്സ് ബ്ലഡിലല്ല, പക്ഷെ ഇവളെ കൊണ്ട് കഴിയും ഒരുപാട് സ്റ്റോണക്സ് ബ്ലഡ് ലൈൻസ് ഉണ്ടാക്കാൻ. നമ്മൾ അതിനെ നിർത്തണം. നീ അത് നിന്റെ കൈ കൊണ്ട് തന്നെ ചെയ്യൂ. ബാരി അവന്റെ കൈകൾ കൊണ്ട് തന്നെ ബ്ലഡ് മദറിന് വേണ്ടി, അവന്റെ അമ്മയ്ക്ക് വേണ്ടി അവളുടെ കഴുത്തവൻ അറുത്തു. ബ്ലഡ് ബാത്ത് പൂർത്തീകരിച്ചു. ഇതെന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. ബിലാൽ ഇപ്പോഴും ബ്ലൂ ഷാഡോസിൽ പെട്ടുകിടക്കുകയാണ്. എൻ്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട് ബാരി. എനിക്കറിയാം നിന്നെക്കൊണ്ട് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ സാൻഡി ലൂമ, എൻ്റെ അമ്മയായ ബ്ലഡ് മദറിന്റെ പേരിൽ ഞാൻ ഉറപ്പ് തരുന്നു, അവനെ ഞാൻ നശിപ്പിച്ചിരിക്കും. ബോസ്, ജോൺ, ഐഷ, പിന്നെ അവളുടെ മകൻ, അവർ 3 പേരും രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, എനിക്കറിയാം. എനിക്ക് അവനെയാണ് വേണ്ടത്. ദാറ്റ് ജെല്ലി ഗായ്, ടോറസ്. ടൈംലെസ് സിറ്റിയിലെ ട്രയാങ്കിൾ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ. ലോഡ്ലർ, നീ കള്ളം പറയാണ്. നീ എൻ്റെ സ്റ്റാർ വിഷൻ മോട്ടിച്ചിട്ടുണ്ട്. എനിക്കത് ഇപ്പോൾ വേണം, അർജന്റാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എന്താണ് പ്രശ്നം? ഐഷ മാം കുടുങ്ങിക്കിടക്കാണ് എൻഡോർഗൻസിൽ. ഒപ്പം അവരുടെ മകനും കുടുങ്ങിയിട്ടുണ്ട്. അവരുടെ ആവശ്യം ബിലാലിനെ, ഐഷ മാമിന്റെ ഹസ്ബൻഡിനെ വിട്ടയക്കണമെന്നുള്ളതാണ്. ട്രയാങ്കിൾ ഓഫീസ് ബിൽഡിങ്ങിന്റെ മറ്റൊരു സൈഡിൽ ജോൺ എന്തൊക്കെയോ ഈ പെൻഡ്രൈവിനകത്ത് ഒളിപ്പിക്കുന്നുണ്ട്. ഇതെങ്ങനെ ബ്ലൂ ഷാഡോസിന്റെ അടുത്ത് എത്തിക്കും? യെസ്, അസ്ലിൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞതാ. വെയിറ്റ് ചെയ്യൂ, ഞാൻ അങ്ങോട്ട് വരാം. നോ, ഞാൻ ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഈ സ്റ്റാർ വിഷൻ ഉപയോഗിച്ച് നോക്കി, ഇത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതെങ്ങനെ സംഭവിച്ചു? സ്റ്റാർ വിഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ബ്ലൂ ഷാഡോസ് ആണ്. അത് ഓൺലി സൂപ്പർ ഹ്യൂമൻസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്നെ പോലുള്ള സൈറൻ സിസ്റ്റേഴ്സ്, ബാറ്റിൽ ഡോഗ്സ്, ഇത്തരത്തിലുള്ളവർക്ക് മാത്രം ഈ ഒരു സ്റ്റാർ വിഷൻ യൂസ് ചെയ്യാൻ പറ്റൂ. എന്തെങ്കിലും ആവട്ടെ, അതെന്റെ കയ്യിത്താ. ബ്ലൂ ഷാഡോസിന് എന്റെ വല്ല ഹെൽപ്പ് വല്ലോ വേണ്ടി വരുമോ? എനിക്കത് തോന്നുന്നില്ല മോനെ. സൂപ്പർ ഹ്യൂമൻസിനെ കൊണ്ട് മാത്രമേ ബ്ലൂ ഷാഡോസിലെ പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഡേഞ്ചറസ് ആണ്, നിനക്കറിയാലോ. നീ ഒരുപാട് തമാശ പറയുന്നു. തമാശ? അതെ, നിന്റെ മെയിൽ ഈഗോ ഹർട്ടായിട്ടുണ്ട്. ലോഡ് മാൻ, എനിക്ക് വേണ്ടത് നിന്നെയാണ്. അയ്യോ ദൈവമേ, എന്താ സംഭവിക്കുന്നത് ലോഡ്ലർ? ഐ എം സോറി, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ. ഐ ആം ലോഡ് മാൻ. ഹേ പെണ്ണെ, നീ എന്തെങ്കിലും പറഞ്ഞോ? നിന്റെ ബ്ലൂ ഷാഡോസിനെ വിളിക്ക്. എന്നിട്ട് അവരോട് പറയേ ഐഷയും അവളുടെ മകനും ഓൾറെഡി നീ റെസ്ക്യൂ ചെയ്തെന്ന്. ഇസ, ഈ ക്രെഡിറ്റ് നിനക്ക് വേണ്ടിയുള്ളതാണ്, നീ എടുത്തോ. ഞാനൊരു സംഭവം തന്നെ ടൈംലെസ് സിറ്റി ചെയ്ത ദൈവത്തിന് തന്നെ ഞാൻ കൺവിൻസ് ചെയ്തിരിക്കുകയാണ്. എനിക്കറിയാം നീ സർപ്രൈസ്ഡ് ആയിട്ടുണ്ടെന്ന്. പക്ഷേ ഇവിടെ കണ്ടത് വേറെ ആരെങ്കിലും നീ പറഞ്ഞാൽ ആരാണ് സ്റ്റാർ ഗേൾ എന്നുള്ളത് ഞാൻ ഇവിടെ മൊത്തം പാട്ടാക്കും. ഡീൽ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ടൈംലെസ് സിറ്റിയിലെ സീ സൈഡ് എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഹേയ് കുട്ടിപ്പൂച്ചെ, ഇപ്പോൾ അവർക്ക് എൻ്റെ സഹായം ആവശ്യമാണ്. കാരണം ഐ ആം ലോഡ് മാൻ, ഈ ടൈംലെസ് സിറ്റിയുടെ ദൈവം. ഞാൻ ഒരുപാട് താമസിച്ചു. ഈ പൂച്ച ഓൾറെഡി ഇൻഫെക്റ്റഡ് ആണ്. എല്ലാം നല്ലതിന്. എൻഡോർഗൻസ് ടവർ. ആദ്യം നമുക്ക് ഐഷയുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്കിത് ശരിയാക്കാം. എൻഡോർഗൻസിലെ ഗോഡൗൺ. ഹേയ് കുട്ടിപ്പൂച്ചെ, സൗണ്ട് ഉണ്ടാക്കരുത്. ഞാൻ നിനക്ക് കുറച്ച് തമാശ കാണിച്ചു തരാം. ഐഷ ഗോഡൗണിനകത്തുണ്ടല്ലോ ഒളിവിയ, അത് എവിടെ ക്ലിയർ ആണ്? ഓക്കെ, ഞാൻ നോക്കാം. ഞാൻ നിന്റെ ആത്മാവിനെ നിന്റെ ബോഡിയിൽ നിന്ന് പുറത്തെടുക്കാൻ പോവുകയാണ്. അതൊരിക്കലും ഒരു വേദനയുള്ള പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ നീ പാനിക്കാവേണ്ട. ഐ ആം ലോഡ് മാൻ, നിന്റെയൊക്കെ ദൈവം. ഇപ്പം നിന്റെ ആത്മാവ് ഒരു ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ആയി പറന്ന് നടക്കുന്നുണ്ടാവും. അതിനെ ഞാൻ പിടിച്ചോളാം. ഹേയ് ബഡി, ആ ബട്ടൺ അല്ല. വാട്ട് ദ ഹെൽ? നീ എങ്ങനെ ഇതിനെ ഉള്ളിൽ കയറി? ഏലിയൻ, ഒന്ന് കൂളാവൂ. നെക്സ്റ്റ് ഡേ ടൈംലെസ് സിറ്റിയിലെ ഹെഡ് ക്വാർട്ടേഴ്സിലെ ബ്ലൂ ഷാഡോസ്. മൈ റാബി, അവൾ പ്രഗ്നന്റ് ആയിരുന്നു. സാൻഡി, ബിലാലിനെ നീ വിട്ടയക്കണം. അതല്ലെങ്കിൽ നിനക്ക് വേറൊരു ഗിഫ്റ്റ് ഞാൻ അയക്കും. അത് നിന്റെ മകനായിരിക്കും. ഇത് എൻഡോർഗൻസും ബ്ലൂ ഷാഡോസും തമ്മിലല്ല, ഹെൽഗോഡും സ്റ്റോണക്സും തമ്മിലുള്ളതാണ്. അത് നിനക്കറിയാം. ഞാനൊരു ബ്രേക്ക് എടുക്കുന്നു വിക്ടർ. നിനക്കാണിപ്പോൾ
ഇൻചാർജ്. തുറന്നു വിടൂ ബാറ്റിൽ ഡോഗ്സിനെ, നശിപ്പിക്കണം എൻ്റെ ഓർഗൻസിനെ. ഐഷ, നീ ഒരു അമ്മയാണ്, നിനക്ക് മനസ്സിലാവും എൻ്റെ വേദന. ആ വേദന എൻ്റെ ഓർഗൻസിലെ ഓരോ സ്ത്രീകളും അനുഭവിക്കണം. നിങ്ങൾ തയ്യാറാണോ സൈറൻ സിസ്റ്റേഴ്സ്? റെഡി ചീഫ്. നിന്റെ അച്ഛനെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ ബാരി, നീ എൻ്റെ രക്തത്തിൽ തൊട്ടു. മാർക്കോ, ഇത് നിന്റെ അവസാന വാണിംഗ് ആണ്. എൻ്റെ ഓർഗൻസിൽ നിന്നും പുറത്ത് വാ. ഏരിയ 36 ഗ്രേവിയാർഡ്. ഹലോ മൈ ബ്രദർ, നിനക്ക് ഇഷ്ടപ്പെട്ടത് നീ ചെയ്യുന്നു, അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ റാബി ലൂമയുടെ മരണാനന്തര ചടങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ സാൻഡി ലൂമയുടെ വാക്കുകൾ കേട്ട് നടക്കുന്ന ഒരു പട്ടി മാത്രമാണ്. പക്ഷെ ബാരി അങ്ങനെയല്ല. നിർത്തടാ. നീ പോയി നിന്റെ ബാരിയുടെ അടുത്ത് ചോദിക്കേ, അവനറിയാം ആരാണ് വിക്ടർ ബോണെന്നും. ഞാൻ പട്ടിയാണ്, പക്ഷേ നീ വിചാരിക്കുന്ന ഇനം പട്ടിയല്ല. ചെറിയ വ്യത്യാസമുണ്ട്. ദ ബ്ലഡ് വാർ ബിഗിൻസ്. അമ്മേ, നിങ്ങൾ ഓക്കെ ആണോ? മോനെ അസ്ലിൻ, നീ ഇവിടെ തന്നെ നിൽക്ക്. നീ ഓക്കെ ആണല്ലോ? ഹോ നോ, ആ ലോഡ്മാൻ്റെ അടുത്ത് ഒരു നന്ദി പോലും പറഞ്ഞില്ല. ആരാണ് അയാൾ? ഞാനൊരു സൂപ്പർ ഹീറോയെ കണ്ടു. അയാളുടെ പേര് ടോറസ്. അയാളാണ് എന്നെ രക്ഷിച്ചത്. പിന്നെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, ഒരു ഓൾഡ് മാൻ. ജോൺ ട്രയാങ്കിൾ. വാട്ട്? ജോൺ? ഈ ടൈംലെസ് സിറ്റിയിലെ ഒന്നാം തരം ക്രിമിനലാണ് അയാൾ. ഈ ടൈംലെസ് സിറ്റിയിലെ മനുഷ്യരുടെ പ്രൈവസി മോഷ്ടിച്ച് അത് വൻ തുകയ്ക്ക് മറ്റു വലിയ കമ്പനികൾക്ക് വിൽക്കുന്നതാണ് അയാളുടെ പരിപാടി. അയാൾ ഒറ്റയ്ക്കല്ല, ട്രയാങ്കിൾ. ഇനി 2 പേരും കൂടെ ഉണ്ട് അയാളുടെ പാർട്ട്നേഴ്സായിട്ട്. ഓ നോ. ടോറസ് എൻ്റെ കയ്യിൽ ഒരു പെൻ ഡ്രൈവ് തന്നു. എന്നിട്ട് പറഞ്ഞു ഇത് അമ്മയുടെ കൈ കൊടുക്കാൻ പറഞ്ഞു. ഇതാണത്, ബ്ലൂ ഷാഡോസ് പ്രസന്റ് സെൽ. ബിലാൽ, ഇത് കുറച്ച് അതിര് കിടക്കുന്നു. ഞാൻ ഒരിക്കൽ നിന്റെ അടുത്ത് ചോദിച്ചതാണ്, എൻ്റെ ഓർഗൻസിനെ കുറിച്ചെല്ലാം എൻ്റെ അടുത്ത് പറയൂ. ബാരി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നീ ഇപ്പോഴും എൻ്റെ പ്രിയ സഖിയാണ്, പക്ഷേ ഒരിക്കലും അതിനുള്ള ആൻസർ നിനക്ക് തരില്ല. ബ്ലഡി കോപ്പ്. ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തത്. അതിനായി ഞാൻ എൻ്റെ ഫാമിലിയെ ബലിയാടാക്കി. ഇപ്പോൾ എൻ്റെ പേടി എൻ്റെ മകനിലാണ്. കാരണം അവൻ്റെ ഞരമ്പിൽ ഓടുന്നത് നിന്റെ ബ്ലഡ് ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ. ഏറ്റവും പുതിയ ഒരു സ്റ്റാൻഡ് ലോൺ സീരീസും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. കാരണം നമ്മുടെ ലോറൈ ഫസ്റ്റ് ഇഷ്യൂ ആയിട്ടുള്ള ജെല്ലി ലോഡും ലോഡ്മാനും ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിൻ്റെ സെപ്പറേറ്റ് ഒരു ഇതാണ് ഫ്ലെയിം സ്പൈഡർ. അത് മലയാളത്തിലാണ് കോമിക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിക്കാം. വളരെ ചെറിയ ഇഷ്യൂ ആണ്, മിനി ഇഷ്യൂസ് ആയിട്ടാണ് അതിൻ്റെ ഇഷ്യൂസ് വരുന്നത്. മലയാളത്തിലെ ഫസ്റ്റ് മൾട്ടിവേഴ്സ് കോമിക്കാണിത്.